കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ, ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. കിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. പ്രിയനെ തേടിയൻ യാത്ര. ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ, ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതെനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്നു. നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് ഇരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിനും കീഴേ തണലിൽ പാർത്തു. യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായി ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്ന് പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതെനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനായോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായം മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന, യോനാ പ്രവാചകൻ്റെ സ്വഭാവത്തിലേക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു ചെറിയ പുസ്തകമാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകം. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഒരു സുവിശേഷ വേല കഴിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദൈവഭർത്തിനെയാണ്. സുവിശേഷ വേല ചെയ്തു, നിനവേയിൽ പോയി പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ വചനം പറയാൻ അവസരം ലഭിച്ചു. വചനം പറയുന്നത് തന്നെത്താൻ പിന്മാറാൻ ആഗ്രഹിച്ചെങ്കിലും ആ പിന്മാറ്റത്തിന് ദൈവം വിടുവിച്ച് ദൈവം നിനവയിൽ തന്നെ അവനായി എത്തിച്ചു.
യോന ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ ആ ജനത്തിന് വരുമായിരുന്ന ശിക്ഷകൾ ദൈവം ഒഴിവാക്കി. യോനായുടെ പ്രസംഗം കേട്ട് നിനവേയിലുള്ള ജനം അനുതപിച്ചു. ജനം അനുതപിച്ചപ്പോൾ ആ ജനത്തിൻ്റെ മേൽ വരാനിരുന്ന നാശം ഒഴിവായി. ജനം മഹാനാശത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. നാം വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല എന്നാണ്. വരുമെന്ന് വിചാരിച്ചിരുന്നതായ അനർത്ഥം വന്നില്ല, നാശം വന്നില്ല, അപകടം പിണഞ്ഞില്ല, ശിക്ഷ നേരിടേണ്ടി വന്നില്ല. സ്വാഭാവികമായും തൻ്റെ ശുശ്രൂഷ കൊണ്ട് കുറേ അധികം പേർക്ക് പ്രയോജനമുണ്ടായി എന്നുള്ള മഹാസന്തോഷം കൊണ്ട് ദൈവത്തിൻ്റെ ദാസനായ യോനാ പ്രവാചകൻ സന്തോഷിക്കേണ്ടതായിരുന്നു. സന്തോഷിക്കുന്ന ഒരു ദൈവവൃത്തിനെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് നാം കാണുന്നത് മത്സരിക്കുന്ന ഒരു ദൈവദാസനെയാണ്. റിജോയ്സിങ് പ്രോഫറ്റ് നാം പ്രതീക്ഷിച്ചു, പക്ഷേ റിബല്യസ് പ്രോഫറ്റിനെയാണ് നാം കാണുന്നത്. റിജോയ്സിങ്ങിന് പകരം റിബല്യസ് ആകുന്ന മത്സര സ്വഭാവമുള്ള ഒരു പ്രവാചകനെയാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ വേലക്കാർ മത്സര സ്വഭാവമുള്ളവരായി തീരുക എന്ന് പറയുന്ന എത്രയോ ഭയാനകമായൊരവസ്ഥയാണ്. മനുഷ്യർ സ്വതേ മത്സരമുള്ളവരാണ്. മനുഷ്യർ ആരോടും കോപിക്കുന്നവരാണ്, ദൈവത്തോടും പരിഭവിക്കുന്നവരാണ്, ദൈവത്തോടും കോപിക്കുന്നവരാണ്. എന്നാൽ സാധാരണ മനുഷ്യനെ പോലല്ലോ ഒരു പ്രവാചകൻ. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവത്തിൻ്റെ മഹത്വമുള്ള വചനം പ്രസ്താവിക്കുന്ന ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ അത് വിലയേറിയൊരു പദവിയാണ്, വളരെ മഹത്വപൂർണമായ ഒരു സ്ഥാനമാണ്. അനേകം പേരെ ജീവൻ്റെ പാതയിലൂടെ നയിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യപദവിയാണ് എന്ന് വേണം കരുതാൻ. എന്നാൽ യോനാ പ്രവാചകൻ ദൈവം കൊടുത്ത പദവി എന്ത് എന്നറിയാതെ, ദൈവം കൊടുത്തതായ ചുമതല എന്ത് എന്നറിയാതെ, ദൈവം കൊടുത്ത സ്ഥാനം എന്താ എന്നറിയാതെ, ദൈവം കൊടുത്ത ശുശ്രൂഷ എന്താ എന്നറിയാതെ യോനാ പ്രവാചകൻ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം നോക്കി, സ്വന്തം വിലയും നിലയും മാത്രം നോക്കി റിബല്യസ് ആകുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. മത്സരിക്കുന്ന സ്വഭാവമാണ് നാം കാണുന്നത്. നാം ഈ അധ്യായത്തിൽ കാണുന്ന ചില നിർജീവ കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരാവണക്കാണ്. നിർജീവമായ എന്ന് പറഞ്ഞാൽ മനുഷ്യനെപ്പോലെ വികാരജീവിയല്ലാത്ത, വിശേഷബുദ്ധിയില്ലാത്ത, മനുഷ്യനെപ്പോലുള്ളതായ ചൈതന്യവത്തായ സവിശേഷതകളില്ലാത്ത ഒന്നാണ് മരം, വൃക്ഷം, ആവണക്ക് മരം. ആവണക്ക് ചെടി അതുപോലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. പിന്നെ നാം കാണുന്നത് ഒരു പുഴുവിനെ കാണുന്നു, ആവണക്ക് കുത്തിക്കളയുന്നൊരു പുഴു. ആ പുഴുവും ദൈവത്തെ അനുസരിക്കുന്നു. പിന്നെ നാം കാണുന്നു ഉഷ്ണക്കാറ്റ്, ഉഷ്ണക്കാറ്റും ദൈവത്തെ അനുസരിക്കുന്നു. 1-ാം അധ്യായത്തിൽ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നു. 2-ാം അധ്യായത്തിൽ മഹാമത്സ്യം ദൈവത്തെ അനുസരിക്കുന്നു. ഇവയൊന്നും ദൈവത്തോട് മത്സരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 4-ാം വാക്യം, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. ഒരു പെരുങ്കാറ്റ്, 1-ാം അധ്യായം 4-ാം വാക്യം. കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നു. ഈ പ്രകൃതിയിലുള്ളൊരു വസ്തു ദൈവത്തെ അനുസരിക്കുന്നു. കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്ത് നാം കാണുന്നു, 17-ാം വാക്യം, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. കൽപ്പിച്ചാക്കുകയാണ്. മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി, മഹാമത്സ്യം ദൈവത്തെ അനുസരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. വചനമനുസരിക്കുകയാണ്. ആവണക്ക് വചനമനുസരിക്കുന്നു. കൽപ്പിച്ചു, അതിനെ ഉണ്ടാക്കി. 7-ാം വാക്യം, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അവിടെയും കൽപ്പിച്ചാക്കി എന്നാണ്. കൽപ്പിച്ചു, ദൈവത്തിൻ്റെ വചനം
കൽപ്പിച്ചാക്കി. വീണ്ടും 8-ാം വാക്യം, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ഇവയെല്ലാം ആദ്യം പെരുങ്കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, രണ്ടാമത് മഹാമത്സ്യം, മൂന്നാമത് ആവണക്ക്, നാലാമത് പുഴു, അഞ്ചാമത് അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ്. ഇവയെല്ലാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. പക്ഷേ വിശേഷബുദ്ധിയുള്ള പ്രവാചകൻ, വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കുന്നില്ല, വചനത്തെ അനുസരിക്കുന്നില്ല. വളരെ ഗൗരവമേറിയൊരു കാര്യമാണിത്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് ഇത് സഹായകമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ നാം എത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നുണ്ട്, എത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ നാം ആദരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ നാം അനുസരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നത്. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം, നിത്യനായ ദൈവത്തിൻ്റെ ശക്തമായ വചനമാണ് സകലത്തെയും ഉളവാക്കിയത്. എല്ലാം ഉളവാക്കിയ വചനം, എല്ലാം കൽപ്പിച്ചുണ്ടാക്കിയതായ വചനം, ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുമ്പോൾ, ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ഈ ഗ്രന്ഥമുണ്ടല്ലോ, ബൈബിൾ എന്ന് പറയുന്ന ഈ വിശുദ്ധ വേദപുസ്തകം, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ ആലോചനകൾ, ദൈവത്തിൻ്റെ വചനം, അത് നാം പലപ്പോഴും മാനിക്കുന്നില്ല, നാം ഗവനിക്കുന്നില്ല, നാം അനുസരിക്കുന്നില്ല, നാം അതിന് ചെവി കൊടുക്കുക പോലും ചെയ്യുന്നില്ല. എല്ലാം പിറകിലേക്ക് എറിഞ്ഞു കളയുകയാണ്. വചനം പിറകിലേക്ക് എറിഞ്ഞു കളയുന്നു. യഹോവയുടെ വചനം നാം മറികടന്ന് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ നാം ധിക്കരിക്കുകയാണ്. വചനം ധാരാളം കേട്ട് കഫർന്നഹൂമിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നീയോ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന കഫർന്നഹൂമേ, നീ പാതാളം വരെ താണുപോകുമെന്ന്. ബേത്സയിദ, കോറസീൻ എന്ന് പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ധാരാളമായി പ്രസ്താവിച്ചു. 3.5 വർഷം കർത്താവ് പലവട്ടം സഞ്ചരിച്ച് ദൈവത്തിൻ്റെ വചനം കൊടുത്തു. ജീവനുള്ള വചനം ലഭിച്ച ബേത്സയിദയെയും കോറസീനെയും നോക്കിക്കൊണ്ട് കർത്താവ് ഒരു അവസരത്തിൽ പറഞ്ഞു, ബേത്സയിദയെ നിനക്ക് ഹാകഷ്ടം, കോറസീനെ നിനക്ക് ഹാകഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിലും ഗൊമോറയിലുമാണ് നടന്നിരുന്നതെങ്കിൽ അത് എത്ര പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും അനുദപിക്കുമായിരുന്നു. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അത് എത്ര പണ്ട് തന്നെ വെണ്ണീറിലും രട്ടിലും ഇരുന്ന് വേദനിച്ച് അനുദപിച്ച് കരയുമായിരുന്നു. സഹോദരങ്ങളെ, മനുഷ്യന് ദൈവം വിശേഷ ബുദ്ധി നൽകി. പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച് മാറുകയാണ്. വചനം പറഞ്ഞ ദൈവഭൃത്യനാണ്. ആ വചനം പ്രയോജനപ്പെടുകയും ചെയ്തു. ദൈവം കൊടുത്ത വചനം, ദൈവം നാവിൽ വരച്ചു കൊടുത്ത വചനം, ദൈവം ഹൃദയത്തിൽ എഴുതി കൊടുത്ത വചനം, ദൈവം ബുദ്ധിയിൽ നൽകിയ വചനം, അത് യോനാ പ്രവാചകൻ പ്രസ്താവിച്ചു. തന്മൂലം നിനവേയിലുള്ള 1,20,000 ചെല്ലുവാനും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. ഇത്രയേറെ ജനത്തിന് അനുതാപം വരുന്നതിന് വചനം മുഖാന്തരമായി തീർന്നു. പക്ഷേ ഒരു ഭയാനകമായൊരു കാര്യം, നാം ഭയപ്പെടേണ്ടതായൊരു കാര്യം, കർത്താവേ, എൻ്റെ നാവിൽ കൂടി വചനം വന്നാൽ അത് ചിലർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരാം, പക്ഷേ ഞാൻ നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ നാവിൽ കൂടി വരുന്നതായ വചനം ചിലർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരാം, ചിലപ്പോൾ ചിലർക്ക് മാനസാന്തരത്തിന് ഉതകിയെന്ന് വരാം, ചിലരുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനത്തിന് സഹായകമായി എന്ന് വരാം, പക്ഷേ ഞാൻ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മലപ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നത്, കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ കർത്താവ് വളരെ കർക്കശമായും നിശിതമായും പറയുന്നൊരു കാര്യമാണത്.
കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്ത അനേകം പേര് അന്ത്യനാളിൻ്റെ അടുക്കൽ വരും. നിത്യ തേജോമയമായ രാജ്യത്തിലേക്ക് കടക്കുന്നതിന് കവാടത്തിൽ അവർ വരുമ്പോൾ, നിങ്ങളെനിക്ക് പരിചയമില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം നിങ്ങളിൽ നിന്ന് മാറിയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് തിന്മ മാറിയില്ല, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, നിങ്ങളെൻ്റെ നാമത്തിൽ പ്രവചിച്ചു ശരി, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി സത്യം, നിങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു, പക്ഷേ ഞാൻ നിങ്ങളറിഞ്ഞിട്ടില്ല, കാരണം നിങ്ങളിൽ നിന്ന് അധർമ്മം മാറിയിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. സഹോദരങ്ങളെ, ഗൗരവമേറിയ കാര്യമാണിത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ ഗൗരവത്തോടെ കേൾക്കേണ്ടതായൊരു വാക്യമാണിത്. വളരെ ഭയത്തോടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. നമ്മുടെ ജീവിതത്തിൽ നാം തള്ളപ്പെട്ടു പോകാനിട വരരുത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വിവിധ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നവരുണ്ട്, വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, അധർമ്മം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം പ്രാപിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുമയമായ ക്രിസ്തുവിൻ്റെ ഛായയുടെ പ്രകൃതം നാം സ്വന്തമായി അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമായി പോകും. അന്ത്യനാളിൽ നാം കൈവിടപ്പെട്ടു പോകും. യോനാ പ്രവാചകൻ റിജോയ്സിങ് പ്രോഫിറ്റ് ആകേണ്ടതായിരുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേട്ട ജനം തിരിഞ്ഞല്ലോ, ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട ജനം മാനസാന്തരപ്പെട്ടല്ലോ, കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദത്തോടെ ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടവനായിരുന്നു. അഥവാ മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നുള്ളതായി വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും ശാന്തമായിരിക്കേണ്ടവനായിരുന്നു. ഉള്ളം നിറഞ്ഞ സന്തോഷത്തോടും നന്ദിയോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേലയിൽ തുടർന്നിരിക്കേണ്ടവനായിരുന്നു. പക്ഷേ യോനാ പ്രവാചകൻ മത്സരിച്ച് മാറിയിരിക്കുകയാണ്, കോപിച്ച് മാറിയിരിക്കുകയാണ്. ദൈവം രണ്ടിടത്ത് ചോദിക്കുന്നുണ്ട്, നീ കോപിക്കുന്ന വിഹിതമോ എന്ന്. ദൈവം എത്ര സ്നേഹമാണ്, ദൈവം എത്ര കരുണയാണ്, നീ കോപിക്കുന്ന വിഹിതമോ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴും കെഞ്ചി നിൽക്കുന്ന ദൈവസ്നേഹം, പ്ലീഡിങ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ കെഞ്ചി നിൽക്കുകയാണ്, മനുഷ്യൻ്റെ മുമ്പിൽ വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്നേഹിതരെ, നമ്മുടെ മുന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം വാദിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മെ തള്ളിക്കളയാതെ, നമ്മെ വെട്ടിക്കളയാതെ, അവസരങ്ങൾ പിന്നെയും പിന്നെയും തന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ കെഞ്ചി അയച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് വാസ്തവത്തിൽ ക്രൂസിൽ നാം കാണുന്നത്. തന്നെ ഉപദ്രവിക്കുന്നവരോട് പരാതിയില്ല, അവരോട് പരിഭവമില്ല, അവരോട് പിറുപിറുപ്പില്ല, അവരോട് വാശിയോ വഴക്കോ പിണക്കമോ വൈരാഗ്യമോ ഇല്ല. അവിടെ സ്നേഹം മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കിത് പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നേരത്താണ് നാം വാസ്തവത്തിൽ ഇനിയും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നല്ലോ എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. യേശുവിൻ്റെ സ്വഭാവം, പിന്നെയും പിന്നെയും സ്നേഹിക്കുന്ന സ്വഭാവം, ആരോടും അടുത്തു വരുന്നതായ സ്നേഹം, ആരെയും തള്ളിക്കളയാത്ത സ്നേഹം, ആരെയും മാറ്റി നിർത്താത്ത സ്നേഹം, എല്ലാവരെയും വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്ന സ്നേഹം, ആ കരുണാർദ്രമായ സ്നേഹം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്തുതി ഉയരുന്നത്. അപ്പോഴാണ് വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന് ദൈവസന്നിധിയിലേക്ക് സുഗന്ധം പോലെ പറന്നെത്തുന്നത്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വാസ്തവമായി ദൈവത്തിൻ്റെ സ്നേഹം എന്തായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ സ്നേഹം കെഞ്ചി നിൽക്കുകയാണ്. യോനാ പ്രവാചകനോട് ചോദിക്കുന്നു, നീ കോപിക്കുന്ന വിഹിതമോ എന്ന്. കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യമാണ്. യോനാ പ്രവാചകനെ പിന്നെയും രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം. യോനാ പ്രവാചകൻ്റെ ആ 3 ദിവസത്തെ പ്രസംഗം കൊണ്ട്, നിനവേയിലെ ശുശ്രൂഷ കൊണ്ട് ജനം മാനസാന്തരപ്പെട്ടു. ഒരു 150 കൊല്ലത്തോളം പിന്നെയും ആ ജനം ആ മാനസാന്തരത്തിൽ നിന്നതായി നാം കാണുന്നു. 150 കൊല്ലത്തേക്ക് ആ മാനസാന്തര അനുഭവം നിനവേയിൽ നിലനിന്നു. നഹൂം പ്രവാചകൻ്റെ പുസ്തകമാകുമ്പോഴേക്കും
പ്രിയപ്പെട്ടവരെ, ഒരു 150 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നിനവയെക്കുറിച്ച് ദൈവം വേദനയോടെ പറയുന്ന ചില പ്രവചനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിനവയെക്കുറിച്ചുള്ളതായ പ്രവചനത്തിൽ ദൈവം തമ്പുരാൻ വേദനയോടെ പറയുകയാണ്, ഇത്രയും കാലം നിങ്ങൾ നിന്നു, പക്ഷേ നിങ്ങൾ പിന്നെയും പിശാചിനിടം കൊടുത്തല്ലോ, നിങ്ങൾ പിന്നെയും സംഹാരകനിടം കൊടുത്തല്ലോ. സംഹാരകൻ നിങ്ങളുടെ മേൽ കയറി വരുന്നതിന്, നിങ്ങളെ നശിപ്പിക്കുന്നതിന് നിങ്ങൾ ഇടം കൊടുത്തല്ലോ എന്ന് ദൈവം വേദനിക്കത്തക്കവണ്ണം ആ ജനം പിന്നെയും തിരിഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയാണ്. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. നിനവേയിലെ ജനവും കുറേ കാലം കഴിഞ്ഞ് ആ സ്നേഹത്തിൽ നകന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്ത് സംഭവിക്കരുത്. ഒരു സ്നേഹമാണ് നമ്മെ സന്ധിച്ചത്, ക്രൂസിലെ സ്നേഹമാണ് നമ്മെ സമീപിച്ചത്. ആ സ്നേഹം, കരുണയുള്ള ആ സ്നേഹം, വാത്സല്യമാർന്ന ആ സ്നേഹം ഇപ്പോഴും നമ്മുടെ അരികിലേക്ക് വരികയാണ്. നമ്മെ തലോടുവാൻ നമ്മുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. ഒരിക്കലും പരാതിയില്ലാത്ത സ്നേഹമാണ്, ഒരിക്കലും അകന്നു മാറാത്ത സ്നേഹമാണ്, ഒരിക്കലും വിട്ടുമാറാത്ത സ്നേഹമാണ്. ആ സ്നേഹം നമ്മെ ശാസിക്കുമ്പോഴും ഉള്ളു പിടയുന്ന സ്നേഹമാണ്. നമുക്ക് ശിക്ഷണം തരുമ്പോഴും ആ സ്നേഹം വിതുമ്പുകയാണ്, കരയുകയാണ്. നാം വേദനിക്കുമ്പോഴും ആ സ്നേഹം ഏങ്ങലടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗോകുൽത്തായിലെ സ്നേഹം, കാൽവറി ക്രൂസിലെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ ആ സ്നേഹം എന്ത് എന്നറിഞ്ഞില്ല. യോനാ പ്രവാചകൻ ആ സ്നേഹത്തിൻ്റെ മാധുര്യം സ്വന്തമായി അനുഭവിച്ചില്ല. പ്രസംഗിച്ചു, പ്രസംഗം ഫലപ്പെട്ടു, പക്ഷേ യോനാ പ്രവാചകൻ സ്വയമേ ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, ഗോകുൽത്തായിലെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി നാഥ ഇനിയുള്ള കാലം നിൽക്കണം ഈ ഭൂമിയിൽ. ഗോകുൽത്തായിലെ നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി നിൽക്കണം. ഗോകുൽത്തായിൽ ഒരു സ്നേഹം നീ എനിക്ക് കാണിച്ചു തന്നു. കാൽവറി ക്രൂസിൽ സ്നേഹം തൃക്കൈകൾ വിരിച്ചു കുരിശിന്മേൽ, തൃക്കാലുകൾ മുറിഞ്ഞു കുരിശിന്മേൽ. എൻ്റെ നാഥ, തിരുവിലാവ് മുറിഞ്ഞു കുരിശിന്മേൽ. എൻ്റെ കരുണയുള്ള കർത്താവേ, പഞ്ചമുറിവിൽ നിന്ന് ജീവനുള്ള രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. കർത്താവേ, ആ തിരുരക്തം ഇന്ന് എൻ്റെ നേരെ ഒഴുകി വരുന്നു. എന്നെ സ്നേഹിക്കുന്ന തിരുരക്തം, എന്നെ വീണ്ടെടുക്കുന്ന തിരുരക്തം, എന്നെ വിശുദ്ധീകരിപ്പാൻ വെമ്പൽ കൊള്ളുന്ന തിരുരക്തം, എൻ്റെ തിന്മയിൽ വെറുക്കാതെ മാറി നിൽക്കാതെ എന്നെ വീണ്ടും വീണ്ടും അണയ്ക്കുവാൻ കരം നീട്ടുന്ന തിരുരക്തത്തിൻ്റെ നിസ്തുല സ്നേഹം നാഥ ഇപ്പോൾ എൻ്റെ അരികത്വം നിൽക്കുകയാണ്. എന്നെ മാടി മാടി അടുപ്പിക്കുകയാണ്, എന്നെ പേചൊല്ലി വിളിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ സ്നേഹമാണിപ്പോൾ നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ അലയടിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ നിർമ്മല സ്നേഹം, യേശുവിൻ്റെ നിഷ്കളങ്ക സ്നേഹം, യേശുവിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം, യേശുവിൻ്റെ ഉപാധിയില്ലാത്ത സ്നേഹം, യേശുവിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം, ആ ഗോകുൽത്തായിലെ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹം നിങ്ങളൊന്ന് ഏറ്റുവാങ്ങുമെങ്കിൽ, കർത്താവേ, എനിക്കിത്രയും കാലം ഈ സ്നേഹം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല, ഈ സ്നേഹത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, ഈ സ്നേഹത്തിന് വേണ്ടി എരിഞ്ഞു തീരാൻ കഴിഞ്ഞില്ല, ഈ സ്നേഹത്തിൻ്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, ഞാൻ എല്ലാം അനുഭവിച്ചെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ പ്രവാചകനാകാൻ ഞാൻ ഇതുവരെയും ഒരുങ്ങിയില്ല, സ്നേഹത്തിൻ്റെ പ്രവാചകനാകാൻ ഒരുങ്ങിയില്ല. കർത്താവേ, എന്നാൽ ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിന്നോട് വാക്ക് പറയുന്നു. ഉടയവനെ, ഇനിയുള്ള കാലം, യേശുവേ, ഇനിയുള്ളതായ നിസ്സാരമായ കാലം, അൽപായുസ്, ഈ സ്നേഹത്തിൻ്റെ പ്രവാചകനായി ഈ ലോകത്ത് ജീവിപ്പാൻ എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ ഇതാ ഞാനൊരു തീരുമാനമെടുക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ തുറക്കുന്നു, എൻ്റെ ജീവിതം നിനക്കായി ഞാൻ വിട്ടുതരുന്നു, എൻ്റെ ഭാവി നിനക്കായി ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും എൻ്റെ ആളത്വം മുഴുവനും നാഥ നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാനിതാ അടിയറ വയ്ക്കുന്നു, എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ സമർപ്പിക്കുമോ? യേശുവിനോട് വാക്ക് പറയുമോ? ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന നിസ്തുല സ്നേഹം നിങ്ങളെ തഴുകട്ടെ. ഹൃദയത്തിൻ്റെ ഭിത്തികളിലേക്ക് അലിച്ചു ചേരുന്ന ക്രൂസിലെ സ്നേഹം നിങ്ങളെ തലോടട്ടെ. ആ സ്നേഹം നിങ്ങളുടെ ശിരസിൽ തൻ്റെ കരം വയ്ക്കട്ടെ. സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ തലോടി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് രൂപാന്തരം തരട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ ഉയർത്തട്ടെ, നിങ്ങളെ വളർത്തട്ടെ, നിങ്ങളെ നയിക്കട്ടെ, തൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്വരം കേൾക്കാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സ്നേഹം ഞങ്ങളെ തൊടുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ സ്നേഹം ഞങ്ങളെ തൊടുമ്പോൾ ഞങ്ങളുടെ ബാധകൾ നീങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, സമാധാനത്താൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.